അപ്പം ഇത് നിങ്ങളാരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ രാജു ചേട്ടൻ എഞ്ചിൻ ഡിവിഷനിൽ നിന്നാണ്. നമ്മുടെ സെക്രട്ടറിയാണ്, മഹലിൻ്റെ സെക്രട്ടറിയാണ്. മഹലിനെ കുറിച്ചൊരു 2 വാക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ? ബുദ്ധിമുട്ടില്ല. അതിനായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്താ പറയുന്നത്, എല്ലാം പറ്റി. ഇത് ഇന്നത്തെ ആഘോഷത്തിന്റെ തയ്യാറെടുപ്പിനെ കുറിച്ചാണെങ്കിൽ 15 ദിവസത്തിനകം നമ്മൾ ഇത്രയും എല്ലാവരും ചേർന്ന് മെമ്പേഴ്സ്, ഒരാൾ മാത്രമല്ല എല്ലാ മെമ്പേഴ്സുകളും ചേർന്ന് ഇത്രയും നല്ല ഒരു രീതിയിൽ 15 ഡേയ്സിനകം നമ്മളിത് ഒരു നല്ല ഒരു ആഘോഷമായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നല്ല ഒരു ആഘോഷമായിരിക്കും. വേറെയുള്ള സംഘടനയ്ക്ക് ഇതൊരു മാതൃകയായിരിക്കും. ഈ ഒരു എക്സ്പീരിയൻസ് ആളുകളിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? ആളുകളിൽ നിന്ന് നല്ല റെസ്പോൺസ് ആയിരുന്നു. മെഹൽ ഇങ്ങനെ ഉണ്ട്, ഒരു ഇത് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് മെമ്പർഷിപ്പ് ചോദിക്കുമായിരുന്നു. മെമ്പർഷിപ്പ് ചോദിച്ച് കുറേ പേര് ഇങ്ങോട്ട് വന്നു. ചില ഇതുണ്ടാവില്ല, കോൺട്രവേഴ്സി ഉണ്ടാവില്ല. അതേ വിട്ട് ഒഴികെ ബാക്കിയല്ല. ഞങ്ങൾ 105 മെമ്പേഴ്സ് ഉണ്ട്. മൊത്തം 71 പേര് ഞങ്ങൾ മെമ്പറായിരുന്നു. 30 പേരുടെ അടുത്ത് ഞാൻ പോകാൻ പറ്റില്ല. ഇന്ത്യൻ ഡിവിഷൻ നമുക്ക് മൊത്തം ഏകദേശം 400 പേരെ മെമ്പർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നാളത്തെ സദ്യയെ കുറിച്ച് ഇവിടുത്തെ ഫുഡ് കമ്മിറ്റികളെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഒരുക്കങ്ങളും ഒരു മൈനസ് പോയിന്റ് വരത്തില്ല എന്ന് ഞാൻ 1000-ലധികം ആൾക്കാർ വരുമെന്നുള്ളതും 1200 മെമ്പേഴ്സ് വരുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള സദ്യയുടെ ഒരുക്കഘട്ടങ്ങളെല്ലാം ആയിട്ടുണ്ടെന്ന് ഫുഡ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. സ്റ്റേജും എല്ലാം A to Z എല്ലാം ചെയ്തു കഴിഞ്ഞ് ഇനി നമ്മൾ ജനങ്ങളെ ഇൻവൈറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം നമുക്ക് രാജൻ ചേട്ടന് വേണ്ടി നമുക്കെല്ലാവർക്കും മഹലിൻ്റെ പേരിൽ നമ്മുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് നമുക്ക് ഇദ്ദേഹത്തിന് കൊടുക്കാം. നമുക്ക് നല്ലൊരു അസോസിയേഷൻ സമ്മാനിച്ചതിന് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് നമുക്കൊരു രജിസ്ട്രേഷനെല്ലാം ഒപ്പിച്ചു തന്നത്. അതിനെല്ലാം രാജൻ ചേട്ടൻ്റെ സഹകരണം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കത് ലഭിച്ചത്, അല്ലേ? അതൊരു വളരെയധികം പ്രശംസനീയമായൊരു നേട്ടമാണ് നമ്മൾ കൈവരിച്ചത്. 15 ഡേയ്സിനുള്ളിൽ നമ്മൾ ഒരു രജിസ്ട്രേഷൻ സംഘടിപ്പിച്ചു. അപ്പം തുടർന്നും ഇത് കണക്കുള്ള സഹായ സഹകരണങ്ങൾ 100% ഉണ്ടാവും. ഞാൻ എന്താ പറയുന്നത്, ഞാനല്ല ഈ ബാംഗ്ലൂരിലുള്ള, എസ്പെഷ്യലി ഞാൻ ജനിച്ചത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയി ഇതുവരെയായിട്ട് ഒരു ഓണം ആഘോഷിക്കും. ഞങ്ങൾ ഓണം കഴിഞ്ഞ് അപ്പ് ടു ഡിസംബർ വരെ ഞങ്ങൾ ഓണം ആഘോഷിക്കും ബാംഗ്ലൂരിൽ. അപ്പോൾ ഇത് എനിക്ക് ഞാൻ എന്താ പറഞ്ഞാൽ, ഞാൻ ജനിച്ചത് HL ഹോസ്പിറ്റലിലാണ്, പഠിച്ചത് HL സ്കൂളിലാണ്, ട്രെയിനിങ് ചെയ്ത് HL, ജോലിയും അവിടെ തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് ഏറ്റവും പേഴ്സണൽ ലൈഫിലേക്ക് ഒന്ന് കടക്കുകയാണ്. എവിടാണ് കേരളത്തിലെ? കൊല്ലത്താണ്. കൊല്ലം ചാത്തന്നൂർ സ്വദേശിയാണ്. ജനിച്ചതും വളർന്നതെല്ലാം ബാംഗ്ലൂരിലാണെങ്കിലും മലയാളത്തോടുമുള്ള സ്നേഹം ഇപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന രാജൻ ചേട്ടൻ നമുക്കെന്നും ഒരു പ്രചോദനമായിരിക്കും. മഹലിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു നിലവരെ നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചത്. ഇനിയും തുടർന്ന് അത് നമുക്കുണ്ടാവും. ശരി.